മിലിറ്ററി ട്രക്കിന്റെ കാഴ്ചയാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ കണ്ടീഷനിലുള്ള വാഹനങ്ങളാണ്. അതാണ് സ്റ്റാൻഡ് വണ്ടിയാണ്, ഒരു വലിയൊരു സ്റ്റിയറിംഗ് വീല്. മാലിക് വ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷമീർ മുഹമ്മദ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ നിൽക്കുന്നത് രാമല്ലൂരുള്ള EVM ഗോഡൗണിനകത്താട്ടോ. ഇവിടെ എത്താണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോതമംഗലത്ത് ആദ്യമായി ട്രെയിനും അതേപോലെ തന്നെ നമ്മൾ കാണാത്ത രീതിയിലുള്ള പല മോഡൽ വാഹനങ്ങൾ മാക്ക്, അതേപോലെ തന്നെ പല രീതിയിലുള്ള മിലിറ്ററി ട്രക്കുകളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ എത്തിച്ച് അത് ഇവിടെ മരിയ ഗ്രൂപ്പിൻ്റെ പല ഹോട്ടലുകളിലും പ്രദർശിപ്പിച്ചേക്കുന്ന ആ ചേട്ടൻ്റെ ഗോഡൗൺ ആണതിൽ ഒരു ക്രാസിൻ്റെ 6 ട്രക്കാണ് നമ്മുടെ മുമ്പിലെ കാഴ്ച. ഏറെക്കാലം ഇന്ത്യൻ സേനയുടെ ഭാഗമായിരുന്ന ശേഷം നമ്മുടെ നാട്ടിലെത്തിയ റഷ്യൻ നിർമ്മിത ക്രാസ് കമ്പനിയുടെ ഒരു ഓഫ് റോഡ് ട്രക്കിൻ്റെ കാഴ്ചാവിശേഷങ്ങളാണ് നമുക്ക് മുന്നിൽ ഇന്ന്. തികഞ്ഞ വാഹനപ്രേമിയായ ജോസ്ഫിയറിൻ്റെ വാഹന ശേഖരത്തിലേക്ക് എത്തിയേക്കുന്ന ഒരു പുതിയ അതിഥിയാട്ടോ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ ക്രാസിൻ്റെ വാഹനം. ഏതാണ്ട് റഷ്യൻ നിർമ്മിതമായ ട്രക്കാണിത്. 1967 കാലഘട്ടങ്ങളിൽ റഷ്യയിൽ നിർമ്മിച്ച ഒരു ട്രക്കാണ്. എന്തായാലും ഏറെക്കാലം ഇന്ത്യൻ മിലിറ്ററിയുടെ ഭാഗമായ ഈ ട്രക്കാണ് നാട്ടുകാർക്ക് കാണുന്നതിനായിട്ട് അദ്ദേഹത്തിൻ്റെ വാഹന ശേഖരത്തിലേക്ക് എത്തിച്ചേക്കാട്ടോ. ഇവിടെ വന്നതിന് ശേഷം അതിൻ്റെ റീസ്റ്റോർ പ്രവൃത്തികളൊക്കെ ചെയ്ത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് ഇവിടെ കൊണ്ടുപോയി വെച്ചേക്കുന്ന ഒരു വാഹനം തന്നെയാണ് മുമ്പിലുള്ളത്. എന്തായാലും ഒരു 6 വാഹനമായിട്ട് നമ്മുടെ മുമ്പിൽ കിടന്ന് കാണുന്നത്. നമ്മുടെ നാട്ടുകാരായ ആളുകൾ അധികം കാണാത്ത രീതിയിലുള്ളൊരു വ്യത്യസ്തമായൊരു മോഡൽ വാഹനം തന്നെയാണ് നമ്മുടെ മുമ്പിലെ കാഴ്ച. ഈ ട്രക്കിൻ്റെ ഒരു ടോട്ടൽ വ്യൂ ഇതാട്ടോ. നമ്മൾ ദൂരേന്ന് നോക്കാൻ നേരത്ത് ഒരു പേടിപ്പെടുത്തുന്ന ഒരു 6 രൂപ ആട്ടോ നമ്മുടെ മുമ്പിൽ കിടക്കുന്നത്. നല്ല ഹൈറ്റും നല്ല വിസിബിലിറ്റി ഉള്ളൊരു വണ്ടിയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. എന്തായാലും 6x6 ഡ്രൈവ് വാഹനമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഭയങ്കര ഹൈറ്റാണ് വാഹനത്തിന്. അതിൻ്റെ ഓരോ വീലിൻ്റെ സ്പേസ് കാണാം, വീലിൻ്റെ ഒരു സൈസ് കണ്ടാൽ നമുക്കത് മനസ്സിലാവും. 6 സൈസ് വീലുകളാട്ടോ എല്ലാം ഉള്ളത്. 6x6 ആണ് കംപ്ലീറ്റ്. അതിൻ്റെ വീൽ സിസ്റ്റങ്ങൾ കംപ്ലീറ്റ് ഒരു മിലിറ്ററിയുടെ ലോഗോയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അതിൻ്റെ ഒരു ടൂൾ ബോക്സിൻ്റെ കാഴ്ച കേട്ടോ. ഇതാണ് അതിൻ്റെ എയർ ടാങ്ക്. ഇവിടെ ഫ്യൂൾ ടാങ്കുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇതെല്ലാം നന്നായിട്ട് റീപെയിൻ്റൊക്കെ ചെയ്ത് റീസ്റ്റോറൊക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ചേക്കുന്ന കേട്ടോ. ഇതിൻ്റെ അടിയിൽ നിന്നുള്ള കാഴ്ചകൾ ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകൾ, അതിൻ്റെ ആക്സിൽ, അതേപോലെ തന്നെ അതിൻ്റെ ജോയിൻറ്റുകൾ. 1950 കാലഘട്ടത്തിൽ സോവിയറ്റ് റഷ്യയിൽ പിറവിയെടുത്ത ക്രാസ് കമ്പനിയുടെ വിവിധ മോഡൽ ട്രക്കുകൾ പെട്ടെന്നായിരുന്നു ലോകപ്രചാരം നേടിയത്. റഷ്യൻ സേനയുടെ ഭാഗമായ മിലിറ്ററി ഓഫ് റോഡ് ട്രക്കുകളുടെ ഉയർന്ന പ്രവർത്തനക്ഷമത ഇന്ത്യയടക്കം പല രാജ്യങ്ങളിലെയും മിലിറ്ററി സംവിധാനത്തിൻ്റെ നിർണായക ചാലകശക്തിയാവാൻ ക്രാസ് മോഡൽ ട്രക്കുകൾക്ക് സാധിച്ചു. 1961 ആയപ്പോഴേക്കും ഏഷ്യൻ ഭൂഖണ്ഡമടക്കം ഒട്ടുമിക്ക രാജ്യങ്ങളിലേക്കും ക്രാസിൻ്റെ ഹെവി ട്രക്ക് മോഡലുകൾ മിലിറ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായി കണ്ടു തുടങ്ങി. ഇന്ത്യ-പാകിസ്ഥാൻ വാറുകളിൽ ഇന്ത്യൻ സേനയിലെ വിശ്വസ്ത പങ്കാളി കൂടിയായിരുന്നു ഈ ക്രാസ് ട്രക്കുകൾ. ഈ അടുത്ത കാലം വരെയും ഇന്ത്യൻ മിലിറ്ററിയിലെ ഒരു നിർണായക പങ്കാളി കൂടിയായിരുന്നു പുതുയുഗത്തിന് വഴിമാറിക്കൊടുത്ത ഈ ട്രക്ക് മുത്തശ്ശൻ. ഒരു ബിഗ് സല്യൂട്ടോടു കൂടി നമുക്ക് ഈ വാഹനത്തിനകത്തേക്ക് ഒന്ന് പ്രവേശിച്ച് നോക്കാം. എന്തായാലും നമുക്ക് ഈ വാഹനത്തിനകത്തേക്ക് ഒന്ന് കയറി നോക്കാം കേട്ടോ. എന്തായാലും ഇത്ര വലിയ ഭീമാകാരൻ ഒരു വാഹനം തന്നെയാട്ടോ നമ്മുടെ മുമ്പിലുള്ളത്. ശരിക്കും ഒരു ആനപ്പുറത്ത് കയറിനേക്കായും ഒരു ഹെവി റിസ്ക് തന്നെയാണ് ഈ വാഹനത്തിൽ നിന്ന് കയറി പറ്റുകയെന്നുള്ളത്. അത്ര നല്ല സൈസാണ്. ഇതേ രീതിയിൽ നല്ല ഒരു സൈസ് വാഹനം തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഡ്രൈവർ ക്യാബിൻ എന്നുള്ളത്. ഇതാണ് ഏതാണ്ട് ശരിക്കും ഇത് 1, 2, 3, 4 സ്റ്റെപ്പ് ചവിട്ടി കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റുള്ളൂ. എന്തായാലും ലെഫ്റ്റ് ഹാൻഡ് വാഹനമാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഈ റഷ്യൻ നിർമ്മിത ട്രക്ക്. എന്തായാലും ഇതിനകത്ത് നിന്ന് പുറത്തേക്കുള്ളൊരു കാഴ്ച ഒരു 6 കാഴ്ച തന്നെ കേട്ടോ.
നല്ല വിസിബിലിറ്റി പ്രദാനം ചെയ്യുന്ന ഒരു വാഹനം തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ഗ്ലാസിൻ്റെ ഒരു ട്രക്ക്. എന്തായാലും മിലിറ്ററി യൂസിൻ്റെ പാകത്തിന് നിർമ്മിച്ചേക്കുന്ന ഒരു വാഹനം തന്നെയാണ്. എന്തായാലും ടെറൈനായ വഴി കൂടെ എത്ര ഹൈറ്റിൽ നിന്നാലും വിസിബിലിറ്റിയൊക്കെ നല്ല കൃത്യമായിട്ട് വിറ്റ് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ്. എന്തായാലും ഇതിനകത്തുനിന്നുള്ളത് നാല് പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്ന ഒരു ഡ്രൈവർ ക്യാബിൻ തന്നെയാണ് ഇതിനകത്തുള്ളത്. ഇത് സാധാരണ രീതിയിലുള്ളൊരു സ്റ്റിയറിംഗ് വീലല്ല, നല്ല വലിപ്പമുള്ള പവർ സ്റ്റിയറിംഗ് ആട്ടോ ഇതിൻ്റേത്. എന്നുവെച്ചാൽ അധികം അത്യാവശ്യം ടയറയും വഴി കൂടെയൊക്കെയാണ് മിലിറ്ററി ട്രക്കുകളൊക്കെ പോകുന്നത്. മലയിലും കുണ്ടിലും കുഴിയിലൊക്കെ പോകുമ്പോൾ ഇതേ രീതിയിലുള്ള വലിയ സ്റ്റിയറിംഗ് വീലുണ്ടെങ്കിൽ മാത്രമാണ് ഇതേ രീതിയിലുള്ള വണ്ടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ഇതിൻ്റെ ക്യാബിൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഇതെല്ലാം അതേ ഫോഗ് പിടിച്ച രീതിയിലാണ് ഇതിൻ്റെ മീറ്ററുകളാണ്. സ്പീഡ് ഓഫ് മീറ്ററുകൾ, അതേ ടെമ്പറേച്ചർ മീറ്ററൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ചെറിയ മാനുവലായിട്ടുള്ളൊരു പഴയ ഫാനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചെറിയ ഫാൻ ലീഫൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു ഡ്രൈവർ ക്യാബിൻ്റെ ഈ സൈഡിൽ വേറെ സീറ്റ് അവിടെയുണ്ട്. ഇതൊരു മുകളിലേക്ക് തുറക്കാവുന്ന രീതിയിലുള്ള ക്യാബിനൊക്കെ ആട്ടോ ഇതിൻ്റെ. ഇവിടെ നിന്ന് മുകളിലേക്ക് ഉയർത്തി വയ്ക്കാവുന്ന രീതിയിലുള്ള ടോപ്പ് ക്യാബിനൊക്കെ ഇതിനകത്തുണ്ട്. 2 വൈപ്പർ നമുക്ക് അവിടെ കാണാം. വിൻഷീൽഡ് ഗ്ലാസ്സൊക്കെ അല്പം ഒന്ന് ക്ലിയർ ചെയ്യാൻ എന്തായാലും ഒരുപാട് വാഹനങ്ങളൊക്കെ റിവ്യൂ ചെയ്ത് പരിചയക്കുറവായതുകൊണ്ട് കൂടുതലായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ നാടിൻ്റെ വ്യത്യസ്തമായ കാഴ്ചയിലെ ഒരു പങ്കാളി കൂടിയാട്ടോ നമ്മുടെ മുമ്പിൽ കിടന്ന ക്രാസിൻ്റെ ട്രക്ക്. ഇവിടുത്തെ ജോലിക്കാരായ 2 ചേട്ടന്മാരാട്ടോ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. ചേട്ടാ, ഈ വാഹനം ഇവിടെ വന്നിട്ട് എത്ര നാളായത്? ഇത് വന്നിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമേ ഉള്ളൂ. അതെല്ലേ? ഇത് നിലവിൽ വർക്കിംഗ് റണ്ണിങ് കണ്ടീഷൻ വാഹനം തന്നെയാണോ? റണ്ണിങ് കണ്ടീഷൻ അല്ല, നല്ല ചിലവ് വരും റണ്ണിങ് കണ്ടീഷൻ ആണെങ്കിൽ. ആവണമെന്നുണ്ടെങ്കിൽ ഇത് റീസ്റ്റോർ ഒക്കെ ചെയ്ത് ഇവിടെ വെച്ചാൽ ഇതിൻ്റെ പണികളും മെയിൻ്റനൻസ് ഒക്കെ ചെയ്ത് റീസ്റ്റോർ ചെയ്ത് ഇവിടെ വെച്ചേക്കുന്നതാണ്. ഇനി ഇതെല്ലാം എന്താ ചെയ്യുന്നത് ഇവിടുന്ന്? ഇനി ഇവിടുന്ന് ഏതെങ്കിലും മറ്റേ മുതലാളിയുടെ ഹോട്ടലിലേക്കോ എല്ലാ അപ്പോൾ ഹോട്ടലിൻ്റെ എല്ലാ ഹോട്ടലിലും 2-3 വാഹനങ്ങൾ ഓൾറെഡി ഇപ്പോൾ ഉണ്ട്. എന്നാലും ഇനിയും എന്തായാലും ഇവിടുത്തെ ഇതിൻ്റെ ഓണർ ജോസഫ് ഏട്ടനൊരു തികഞ്ഞൊരു വാഹനപ്രേമി തന്നെയാട്ടോ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഹോട്ടലുകളും AVM ഗ്രൂപ്പിൻ്റെ, ഇടക്കാട്ടോടി ഗ്രൂപ്പിൻ്റെ എല്ലാ ഹോട്ടലുകളുടെ മുമ്പിലും 3-4 ട്രെയിൻ അടക്കം നമ്മുടെ കോതമംഗലം പോലുള്ള മേഖലകളിലേക്ക് ഒരു ട്രെയിൻ ആദ്യമായിട്ട് കൊടുന്ന അംഗീകാരം എന്നും ജോസഫ് ഏട്ടൻ തന്നെയായിരിക്കും. ട്രെയിൻ അടക്കം നമ്മുടെ നാട്ടിൽ കാണാത്ത സൈസ് വാഹനങ്ങൾ എല്ലാം അദ്ദേഹത്തിൻ്റെ പുതിയ ഹോട്ടലുകളിൽ ഏത് ഹോട്ടലിൽ ചെന്നാലും നമുക്ക് കാണാവുന്ന കാഴ്ച കേട്ടോ. എന്തായാലും തികഞ്ഞൊരു വാഹനപ്രേമിയാണ് ജോസഫ് ഏട്ടൻ. എന്തായാലും ഇതേ ക്രസിൻ്റെ നമ്മൾ മുമ്പ് കണ്ട മോഡല് മറ്റൊരു ട്രക്കാട്ടോ. ഇതിൻ്റെ റീസ്റ്റോറിങ് പരിപാടികളൊക്കെ ഇവിടെ നടന്നു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇവിടെ വരാൻ നേരത്തെ ഈ കണ്ടീഷനിലുള്ള വാഹനങ്ങളാണ്. അതാണ് ഇവിടെ വെച്ച് അതിൻ്റെ പാർട്സുകളൊക്കെ വരുത്തിച്ച് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പണികളും തീർത്ത് റീസ്റ്റോർ ചെയ്താണ് ഇവർ ഓരോ ഷോപ്പുകളിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും അല്ലേ, ഇതിൻ്റെ യഥാർത്ഥ കളർ ഇതാണ്. വാഹനത്തിൻ്റെ വരുമ്പോൾ കളർ ഇതായിരിക്കും. ഇതിൻ്റെ അത്യാവശ്യം നിർമ്മാണ പണികളെല്ലാം നടന്നു വരുന്നേ ഉള്ളൂ. ഇത് നല്ല വലിപ്പമുള്ള ടയർ തന്നെ കേട്ടോ. ഇതിൻ്റെ ടയറൊക്കെ ഇനി റീസ്റ്റോറൊക്കെ ചെയ്ത് റീസോളൊക്കെ ചെയ്താണ് ഇനി ടയറൊക്കെ ഉപയോഗിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഭാഗങ്ങളെല്ലാം. എല്ലാം 6x6 വാഹനങ്ങളാണത് മുഴുവനും. ഇതൊക്കെ ഓടിത്തേഞ്ഞ ടയറുകളാണ് ഇതിനകത്ത് മൊത്തം ഇട്ടേക്കുന്നത്. ഇതിൻ്റെ പ്ലേറ്റ് സിസ്റ്റം ഒക്കെ ഉണ്ടോ, നല്ല അടിപൊളി പ്ലേറ്റ് സിസ്റ്റം ഒക്കെയാണ്. ബൂട്ട് സ്പേസ് ഇതാണ്. ഇത്രയും വലിയൊരു മെറ്റൽ ബോഡി ആട്ടോ അതിൻ്റെ ബാക്കിൽ. ഹോണൊക്കെ നമുക്കവിടെ കാണാം കേട്ടോ. 2 ഹോണുകൾ ബോണറ്റൊക്കെ ഇവിടെ അഴിച്ചിങ്ങനെ പെയിൻറ്റിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ എൻജിൻ സിസ്റ്റം ഒക്കെ. ഇതാണ് നമുക്ക് എന്തായാലും ഇവിടെ എന്ന് കഴിഞ്ഞാൽ അത് കാണാനുള്ള കാഴ്ചയില്ല. നല്ല ഹൈറ്റാണ് വാഹനത്തിന്. ഒരുപാട് രാജ്യങ്ങളുടെ സ്വാതന്ത്ര്യദിന പരേഡുകളുടെയൊക്കെ ഭാഗമായ ഈ 2 വാഹനമാണ് നമ്മുടെ നാട്ടിലെത്തപ്പെട്ട പുതിയ 2 അതിഥികൾ. കഴിഞ്ഞുപോയ ഒരു ചരിത്രകാലത്തിൻ്റെ മൂകസാക്ഷിയായി ഇനിയെന്നും നമ്മുടെ നാട്ടിൽ കാണാം ഈ ക്രാസ് കമ്പനിയുടെ ട്രക്ക് മുത്തച്ഛന്മാരെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോതമംഗലത്ത് ഇടക്കാട്ടൂടി ഗ്രൂപ്പിൻ്റെ മരിയ ഇൻ്റർനാഷണൽ ഹോട്ടലിൻ്റെ മുമ്പിലാട്ടോ. ഈ ഹോട്ടലിൻ്റെ മുമ്പിലും ഇവിടെ കുറേ അധികം വണ്ടികൾ ഇതിൻ്റെ മുമ്പിലും ഇങ്ങനെ പ്രദർശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുമ്പിൽ കാണുന്നത് JNAയുടെ ഒരു പഴയ റഷ്യൻ മിലിറ്ററി ട്രക്കാട്ടോ ഇവിടുത്തെ കാഴ്ച. നമ്മൾ മുമ്പ് അവിടെ കണ്ട മോഡൽ ഒരു വാഹനത്തിൻ്റെ മറ്റൊരു പതിപ്പ് തന്നെയാണ് ഇവിടെ കാണുന്നത്.
ഡോറൊക്കെ ലോക്ക്ഡാണ്. ഡോറൊക്കെ ലോക്ക് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ തുറന്ന് കാണാനുള്ള സംവിധാനമൊന്നും ഇവിടെ ഇല്ല. ഒരു 6 വീൽ ഡ്രൈവ് വാഹനം തന്നെയാണിത്. ഒരു മിനി മിലിറ്ററി ട്രക്കിൻ്റെ കാഴ്ച കേട്ടോ. ഇതിൻ്റെ ബാക്ക് വശമൊക്കെ ഒരു കവറിംഗ് ബോഡി മോഡലിൻ്റെ ബോഡിയാണ്. ഇതേപോലെ ധാരാളം വാഹനങ്ങൾ ഇവിടെ എന്താ ഷെഡിനകത്തൊക്കെ ആയിട്ട് ധാരാളം പഴയ മോഡൽ വാഹനങ്ങൾ വരുന്ന ആളുകൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ട്രെയിനിൻ്റെ എഞ്ചിനായിട്ടോ ഇതെങ്ങനെ മൂടിയൊക്കെ വെച്ചേക്കുന്നത്. ഇടയ്ക്കാട്ടുകുടിയിൽ ജോസഫ് ഏട്ടൻ്റെ ഈ വാഹനശേഖരം ഈ നാടിന് തന്നെ ഒരു കൗതുക കാഴ്ചയായി മാറിയിരിക്കുകയാണ്. ആ വലിയ മനസ്സിന് 1000 നന്ദി. കാണാക്കാഴ്ചകൾ തേടിയുള്ള മാലിക് വ്ലോഗ്സിൻ്റെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. എൻ്റെ ചെറിയ വ്ലോഗ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാലിക് വ്ലോഗ്.